ഇളയ ദളപതി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സിനിമാ നടൻ ജോസഫ് വിജയ് തമിഴ്നാടിൻ്റെ മുതൽ അമൈച്ചറായി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു. കുറച്ച് ഞെങ്ങി ഞെരുങ്ങി ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് എത്തിയത്. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. ഭൂരിപക്ഷത്തോടെ അടുത്ത സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. ചെറുകിട പാർട്ടികളെയോ കക്ഷിരെതിരെയൊക്കെ പിടിച്ച് എങ്ങനെയെങ്കിലും ഒരു മന്ത്രിസഭ തട്ടിക്കൂട്ടാനുള്ള ഒരു വൈഭവമോ രാഷ്ട്രീയമായ പരിചയമോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും മറ്റ് പാർട്ടികൾക്ക് ഓരോ അപേക്ഷ അയച്ച് കാത്തിരിക്കുകയാണ് പുള്ളി ചെയ്തത്. കോൺഗ്രസ്സുകാരാണ് പുള്ളിയുടെ ചൂണ്ടയിൽ ആദ്യം കൂത്തിയത്. കോൺഗ്രസ്സിന് കുറച്ച് കാലമായിട്ട് തമിഴ്നാട്ടിൽ മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല എന്ന വലിയൊരു സങ്കടമുണ്ടായിരുന്നു. എം.എൽ.എമാർ രണ്ടെണ്ണെങ്കിലും മന്ത്രിസ്ഥാനം 3 വേണം എന്ന് താല്പര്യമുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഈ DMK-യുടെ മുന്നണിയിൽ നിൽക്കുന്നിടത്തോളം കാലം സ്റ്റാലിൻ ഇവർക്ക് ഒരു മന്ത്രിസ്ഥാനവും കൊടുക്കാതെ ഇങ്ങനെ ഈ ആടിൻ്റെ പുറകെ കുറുക്ക നടന്ന പോലെ ഉള്ള നടത്തമായിരുന്നു ഇത്ര നാൾ. അപ്പോൾ വിജയുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കിട്ടും എന്നറിഞ്ഞ ഉടനെ തന്നെ ഈ 5 കോൺഗ്രസ്സുകാരും അവരുടെ ഹെഡ് ഓഫീസായിരിക്കുന്ന രാഹുൽ ഗാന്ധി ഉടനെ തന്നെ വിജയുടെ ഭാഗത്തേക്ക് മാറ്റി പിടിച്ചു. എന്നാൽ DMK-യുടെ കൂടെയുള്ള മറ്റ് ഘടകകക്ഷികൾ അവർക്കങ്ങനെ ചാടി പുറപ്പെടാൻ പറ്റിയില്ല. കോൺഗ്രസ്സുകാർക്ക് എന്ത് ചെയ്യാം? അതുകൊണ്ട് VC-യും CPM-ഉം CPI-യും ഒക്കെ തല പുകഞ്ഞ് ആലോചിച്ചു. അവസാനം ഈ വിജയെ പിന്തുണയ്ക്കുന്നതിന് ഒരു ന്യായം കണ്ടുപിടിച്ചു. അതായത് വിജയെ പിന്തുണച്ചാൽ ഒരു ബദൽ ഗവൺമെൻറ് ഉണ്ടാവും എന്ന് മാത്രമല്ല, BJP അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള DMK DMK-യുമായി ചേർന്ന് ഒരു മുന്നണി മന്ത്രിസഭ ഉണ്ടാക്കുന്ന ഒരു അപകടം ഒഴിവാക്കുകയും ചെയ്യാം. അങ്ങനെ ഈ പറഞ്ഞ 3 പാർട്ടികൾ CPI, CPM, VC-K മൂന്നും കുറച്ച് നേരം ആലോചിച്ച്, കുറച്ച് ദിവസം ആലോചിച്ച്, തലപുകഞ്ഞ് ആലോചിച്ച് കമ്മിറ്റി കൂടിയതിന് ശേഷം വിജയെ പിന്തുണയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് സ്റ്റാലിനെ കണ്ട് സോറി എക്സ്ക്യൂസ് മീ, ഞങ്ങൾ തിരിച്ചു വരും, മുതലാളി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നും പറഞ്ഞു. സ്റ്റാലിനാണെങ്കിൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. പുള്ളിക്ക് ഉടനെ തന്നെ തമിഴ്നാട് പിടിച്ച് കൈക്കലാക്കി കളയാം എന്ന വ്യാമോഹമൊന്നുമില്ല. അങ്ങനെ പിടിക്കുന്നത് കൂടുതൽ ദോഷകമാവും എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വകതിരിവും പുള്ളിക്കുണ്ട്. അതുകൊണ്ട് സ്റ്റാലിൻ കാത്തിരുന്ന് കാണാം എന്ന നിലപാട് സ്വീകരിച്ചു. പഴയ പാർക്കലാം എന്ന കാമരാജിൻ്റെ സിദ്ധാന്തം താൽക്കാലികമായിട്ടുണ്ടെങ്കിലും സ്റ്റാലിൻ ഏറ്റെടുത്തു. അങ്ങനെ സ്റ്റാലിൻ കാത്തിരിക്കാൻ തീരുമാനിച്ച വിവരം അറിഞ്ഞ പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും വിജയെ പിന്തുണയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഈ പറഞ്ഞ പാർട്ടികൾ ആരും CPI, CPM, VC-K, യൂണിയൻ ലീഗ് ഇവരാരും തന്നെ മന്ത്രിസഭയിൽ ചേരാൻ കൂട്ടാക്കിയിട്ടില്ല. അവർ പുറത്തു നിന്നുള്ള പിന്തുണ കൊടുക്കും. അവർ യഥാർത്ഥത്തിൽ DMK മുന്നണിയിലാണ് ഇപ്പോഴുള്ളത്. സ്റ്റാലിൻ എന്നാവശ്യപ്പെടുന്നു അന്ന് ആ ഭാഗത്തേക്ക് തിരിച്ചു പോകും. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് മന്ത്രിസഭയാണ് ഇപ്പോൾ വിജയ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, ഖാർഗെ ഉണ്ടായിരുന്നു. വിജയുടെ ഭാര്യ സംഗീതയോ 2 മക്കളും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാമുകി തൃഷ കൃത്യസമയത്ത് തന്നെ ഹാജരായി. അതുകൊണ്ട് TV ക്യാമറകളെല്ലാം വിജയുടെ മുഖത്ത് കേന്ദ്രീകരിച്ചേക്കാളും തൃഷയുടെ മുഖത്താണ് കേന്ദ്രീകരിച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അരിയിട്ട് വാഴിച്ച ഭംഗിയായിട്ട് നടന്നു. കൂടെ നമ്മുടെ സാന്റിയാഗോ മാർട്ടിൻ്റെ മോളെ കെട്ടിയവനും മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു മന്ത്രിസഭയാണ് അവിടെ നിലവിൽ വരുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കാർക്കും യാതൊരു സംശയത്തിനും അവകാശമില്ല. വിജയെ മുൻനിർത്തിക്കൊണ്ട് ഈ തഗ്ഗുകളും പിണ്ടാരികളും തമിഴ്നാടിനെ തുരപ്പൻ്റെ അളപോലെയാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കംപ്ലീറ്റ് പെരിച്ചാഴികളാണ്. മാത്രമല്ല വിജയ്ക്ക് രാഷ്ട്രീയ പരിചയമില്ല, പാർലമെൻ്ററി പരിചയമില്ല, ഭരണപരിചയമില്ല, ഒന്നുമില്ല. ഈ രസികർ മണ്ഡലങ്ങളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. നിയമസഭയിൽ കൃത്യമായ ഭൂരിപക്ഷമില്ല. എത്ര നാളിത് ഉന്തിത്തള്ളി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും? തൃഷയുടെ പ്രാർത്ഥനയും ഈ രസികന്മാരുടെ പിന്തുണയും മാത്രമാണ് പുള്ളിക്ക് ആകെ തുണയായിട്ടുള്ളത്. അത് മാത്രം കൈമുതലാക്കിക്കൊണ്ട് തമിഴ്നാട് പോലെ പ്രശ്നഭരിതമായ ഒരു സംസ്ഥാനത്ത് എന്തുമാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ദുഷ്കരമാണ്. മാസങ്ങൾ, ഏറിയാൽ 1 കൊല്ലം. ഏതായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്ന കാര്യത്തിലൊരു സംശയം വേണ്ട. അതിന് മുമ്പ് നടക്കും, അതിന് ശേഷം നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമുള്ളൂ. ഈ വിജയുടെ മന്ത്രിസഭ നീളാൾ വാഴട്ടെ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അത് 6 മാസം കടന്നു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. 1 കൊല്ലം വരെ പോയേക്കാം. അതിനപ്പുറത്തേക്കൊന്നും വലിയ ഉറപ്പുള്ള ഒരു മന്ത്രിസഭയല്ല വിജയ് രൂപീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ DMK-യിൽ നിന്ന് MLA-മാർ കൂറുമാറിപ്പോകും. അതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. അവരുടെ MLA സ്ഥാനം നഷ്ടപ്പെടും. DMK-യിൽ നിന്ന് ആരും കൂറുമാറുക എന്നുള്ളത് അസാധ്യമാണ്.
അപ്പോൾ ഏതായാലും സ്റ്റാലിൻ്റെ മന്ത്രിസഭ ഒരു കൊല്ലത്തിനകത്ത് അല്ലെങ്കിൽ 1.5 കൊല്ലത്തിനകത്ത് തമിഴ്നാട്ടിൽ തിരിച്ചു വരാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. ഏതായാലും വിജയ് വാഴുക വാഴുക എന്ന് പറയാൻ ഞാൻ ആളല്ല. വിജയ് വാഴക്ക വാഴക്ക.